ഇസ്രായേലിനെ കൈവിട്ട് ഇറ്റലിയും ഇസ്രായേലും തമ്മിലുള്ള ഡിഫൻസ് അഗ്രിമെന്റ് സസ്പെൻഡ് ചെയ്യുകയാണ് ഇറ്റലി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞത് ഇത് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല എന്നാണ്. പക്ഷേ ഇത് അവർക്കൊരു പ്രശ്നമാണ്. എന്താണെന്നല്ലേ, നമുക്കത് വിശദമാക്കാം. അതുപോലെ 154ഓളം ഇസ്രായേലി സോൾജേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. 34ഓളം ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്ക് അത് പരിശോധിക്കാം. അതുപോലെ 24,000 ഇസ്രായേലി സോൾജേഴ്സിന് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ചും അതിന്റെ ഹ്യൂജ് നമ്പർ 24,000 ഇസ്രായേലി സോൾജേഴ്സ്. നമുക്ക് ആദ്യം തന്നെ ഇറ്റലിയിലേക്ക് പോവാം. ഇറ്റലിയിലെ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ഇസ്രായേലും ഇറ്റലിയും തമ്മിൽ. അതായത് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സൈൻ ചെയ്തത് 2003-ലാണ്. ഇത് എൻറ്റർ ഇൻ ടു ഫോഴ്സിലേക്ക് വന്നിട്ടുള്ളത് 2006-ലാണ്. ഇതിലൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓട്ടോമാറ്റിക്കലി റിന്യൂഡ് എവറി 5 years അൺലെസ് വൺ ഓഫ് ദി പാർട്ടീസ് വിഡ്രോ. ഏതെങ്കിലും ഒരു പാർട്ടി വിഡ്രോ ചെയ്യുന്നത് വരെ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ അഗ്രിമെന്റ് ആണ് ഇത്. ഓക്കെ, ഇത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അവിടുത്തെ അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മെലോനിയുടെ വീഡിയോ ഫുട്ടേജ് വന്നിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് കാണാം. Voi non me lo avete chiesto, ma il governo, ad esempio, ha in considerazione